സ്വർണ്ണവില ഇന്ന് രാവിലെ 395 രൂപയാണ് ഗ്രാമിന് കുറഞ്ഞത്. ഇപ്പോ കുറച്ചു മുൻപ് 5 മണിക്ക് ശേഷം വീണ്ടും ഗ്രാമിന് 100 രൂപ കുറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ 1 ഗ്രാം സ്വർണത്തിന് വില 13,545 ആണ്. 1 പവൻ സ്വർണത്തിന് വില 1,08,360 രൂപയാണ്. ഇത് സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു ആശങ്കയ്ക്ക് വകയിരുത്തിക്കുന്ന കാര്യമാണ്. ഇന്നലെ ആദ്യം ഒരു കൂടുന്നൊരു ട്രെൻഡ് കാണിച്ചതുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ വന്ന സാധനങ്ങളൊക്കെ ജ്വല്ലറിക്കാർ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച ആളുകൾക്കെല്ലാം തന്നെ ഇന്നത്തെ ഈ 2 തവണയായി ഉണ്ടായ വിലയിടിവ് വലിയ തോതിലുള്ള നഷ്ടം ആണ് വ്യാപാരികളെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വിലയിടിവ് തുടരാനുള്ള സാഹചര്യമാണ് കാണുന്നത്. കാരണം യുദ്ധം അവസാനിക്കുമെന്നുള്ള തരത്തിൽ ആളുകൾ ചിന്തിച്ചിരിക്കെ അത് വീണ്ടും യുദ്ധം പഴയതിനേക്കാൾ വീണ്ടും സജ്ജമായ തരത്തിൽ അത് യുദ്ധത്തിന്റെ സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതാണ് വീണ്ടും സ്വർണ്ണവിലയെ ഇങ്ങനെ താഴേക്ക് അടിക്കുന്നത്. അത് യുദ്ധം അവസാനിക്കാതെ ഇനി ഒരു സ്വർണ്ണവിലയിൽ വർധന ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. സ്വർണം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് സ്വർണം വാങ്ങാനായിട്ട് പറ്റിയ സമയമാണ്. കഴിഞ്ഞ കുറെ നാളുകളെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള വിലക്കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തി സ്വർണം വാങ്ങാനുള്ള ആളുകൾക്ക് ഇതൊരു സുവർണാവസരമായി കാണാവുന്നതുമാണ്. അതേപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സ്വർണ്ണവില ഇങ്ങനെ, കാരണം 1 ലക്ഷത്തിന് മുകളിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വില വർധനമാണ് സ്വർണം രേഖപ്പെടുത്തിയത്. ഈ ഒരു സമയത്തൊക്കെ തന്നെയും വലിയ രീതിയിൽ നടന്നിരുന്ന ഒരു കാര്യമാണ് സ്വർണ്ണ വ്യാപാരം. അതായത് പ്രത്യേകിച്ചും ആളുകൾ തങ്ങളുടെ പക്കലുള്ള സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ വേണ്ടി വലിയ രീതിയിലാണ് ജ്വല്ലറികളിലൊക്കെ തന്നെ എത്തിയത്. അത് മറ്റൊരു രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലൊക്കെ തന്നെയും ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് ഒരുപാട് ജ്വല്ലറികളിലൊക്കെ തന്നെയും വിൽപ്പനയേക്കാൾ ഏറെ കൂടുതൽ നടന്നിരുന്നത് ഈ കച്ചവടമായിരുന്നു. അതെ, സ്വർണ്ണ വാങ്ങാനായിട്ട് ആളുകൾ വരുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം വിൽക്കാനായിട്ട് വരുന്ന ഒരു ട്രെൻഡ് കുറച്ച് നാളുകളായി കണ്ടുവരുന്നുണ്ടായിരുന്നു. വലിയ ജ്വല്ലറികൾ, വൻകിടക്കാരായ ജ്വല്ലറികൾ സ്വർണം വാങ്ങുന്നതിന് മടിച്ചിരുന്നു. അവർ ഈ ഒരു സ്വർണം വിൽക്കാൻ വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ചെറുകിടക്കാരായിട്ടുള്ള ആളുകൾ ആണ് സ്വർണം വാങ്ങുന്നതിനായിട്ട് മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷെ ഇപ്പോ 1-2 മാസമായിട്ട് വലിയ വൻകിടക്കാരായിട്ടുള്ള ജ്വല്ലറി ഗ്രൂപ്പുകളൊക്കെ തന്നെ സ്വർണം വിലയ്ക്ക് വാങ്ങും എന്നുള്ള തരത്തിൽ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് അവരും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം, ചെറുകിടക്കാരെ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഈ ആളുകൾ സ്വർണം വിൽക്കാൻ വരുന്ന സ്വർണം വാങ്ങി മറിച്ച് വിറ്റായിരുന്നു ചെറുകിടക്കാരായിട്ടുള്ള ജ്വല്ലറികൾ പിടിച്ചു നിൽക്കുന്നത്. വൻകിടക്കാർ ഈ മേഖലകളിലേക്ക് കൈയടക്കി എത്തിയതോടുകൂടി ചെറുകിടക്കാർക്ക് സ്വർണം ലഭിക്കുന്ന അളവ് വളരെ കുറയുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. പക്ഷെ ഇങ്ങനെ വീണ്ടും ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ഈ സമയത്ത് ഈ പ്രത്യേകിച്ച് ഇന്നലെ ഇന്നുമായി മാത്രം താരതമ്യം ചെയ്താൽ പോലും ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് ഇന്നും ഇന്നലെയുമായിട്ട് ഏകദേശം ഗ്രാമിന് 4000 രൂപ, ഒരു പവന് 4000 രൂപ എടുത്ത്, അതായത് ഗ്രാമിന് 500 രൂപ എടുത്ത് കുറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് 2 ദിവസം കൊണ്ടുണ്ടായിരിക്കുന്നത്. ഈ 2 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു വിലയുടെ വന്നപ്പോ അത് വലിയ തോതിൽ സ്വർണം വാങ്ങി വെച്ചിരുന്ന ആളുകളെ വലിയ നഷ്ടത്തിന്റെ കയത്തിലേക്ക് കൂട്ടിക്കുത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്ന് കരകയറണം ആയിട്ട് ഈ ഒന്നാമത്തെ ബിസിനസ്സുകളെല്ലാം ഭയങ്കരമായി താഴേക്ക് അതിൽ നിന്ന് കരകയറി വന്നുകൊണ്ടിരുന്ന ചെറുകിടക്കാരായിട്ടുള്ള ജ്വല്ലറികൾ ഉടമകളെയും അവരെ വലിയ തോതിൽ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയിലേക്കാണ് ഓരോ ദിവസത്തെ ഈ കുറവ് കാണുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു സ്വർണ്ണവിലയിലെ ഈ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഈ ചെറിയ കച്ചവടക്കാരെയാണ്. നമ്മൾ ഈ അസോസിയേഷനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. കാരണം പല ചെറുകിട കച്ചവടക്കാരും ഈ കച്ചവടം നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് കറണ്ട് ബില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ പല ആളുകളും വാടക കെട്ടിടങ്ങളിലൊക്കെ തന്നെയാണ് ബിസിനസ് നടത്തുന്നത്. അവർക്കൊക്കെ വലിയ രീതിയിലായിരുന്നു തിരിച്ചടിയായത്. ഇപ്പോഴിതാ ഈ സ്വർണ്ണ വിലയിൽ ഈ മാറ്റം, അതായത് ഒരു സ്ഥിരതയില്ലാത്തൊരു മാറ്റമാണ്. അതാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി. വിൽപ്പന നടത്താൻ വേണ്ടി ആളുകൾ, അല്ലെങ്കിൽ ഇത് തങ്ങളുടെ പക്കലുള്ള സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ എത്തുന്ന ആളുകൾ പോലും ഇപ്പോൾ എത്താത്ത ഒരു സാഹചര്യം, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് അവരാണ്. അതെ, അതായത് ഇങ്ങനെ അടിക്കടി വില കുറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ വിൽക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളും
അവരും വരാനായിട്ട് മടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇവിടെ പറയുന്നു വീണ്ടും വില കൂടുമ്പോൾ വിൽക്കാം എന്ന് കരുതിക്കൊണ്ട് ജ്വല്ലറിയിലേക്ക് എത്താതിരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയുമുണ്ട്. പക്ഷെ ഇത് കൃത്യമായി സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, 1-2 മാസത്തിന് ശേഷം വിവാഹം ഉള്ള ആളുകൾ, അങ്ങനെയുള്ള എന്ത് ആവശ്യമുള്ള ആളുകൾക്കും സ്വർണം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റിയൊരു അവസരമാണ്. ഇത് പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. പക്ഷേ വാങ്ങാനുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം, അവരുടെ കയ്യിൽ സാമ്പത്തികമായി വലിയൊരു ഞെരുക്കമുണ്ട്. അത് സംസ്ഥാനം ഒന്നാകെ സാമ്പത്തിക ഞെരുക്കത്തോടെയാണ് കടന്നു. ആ ഞെരുക്കം പലതരത്തിലുള്ളതാവാം. അവശ്യ സാധനങ്ങളുടെ ഗണ്യമായ വിലവർധനമാവാം. അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുടെ വരുമാനം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയായതുകൊണ്ടാവും. ഇതെല്ലാം കൂടി എല്ലാം ഒരു മാലയിൽ ഒരു കറങ്ങിൽ പുറത്ത് മാല പോലെ ഉള്ള ഒരു ചെയിനായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആളുകളുടെ പ്രദേശക്കാർ വെച്ച് തോതിൽ കുറഞ്ഞത് മൂലം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തുന്നത് വലിയ കുറവുണ്ട്. അത് അവർ പരിഹരിച്ചുകൊണ്ടിരുന്ന അവരുടെ കയ്യിലുള്ള സ്വർണം വെച്ച് പണം ആക്കിയൊക്കെയായിരുന്നു. പക്ഷെ ഇതും സ്വർണ്ണവില ഇങ്ങനെ കൂട്ടുന്ന സ്ഥിതി വരുമ്പോൾ അവരും മടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ജ്വല്ലറിലേക്ക് എത്തണം, അതോ ഈ യുദ്ധത്തിന്റെ ഒരു ഇത് കഴിയുമ്പോൾ വീണ്ടും വില കൂടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ആ സമയത്തേക്ക് എത്തിയാൽ മതിയാവും എന്നുള്ള തരത്തിൽ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഇതെല്ലാം വ്യാപാരികളെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതിന് കരകയറണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഈ യുദ്ധത്തിനൊരു പര്യവസാനം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതിന്റെ ജലസ്ഥിരതയായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റുകൾ പ്രത്യേക റൂളുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള സ്കീമുകൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ജനങ്ങളുടെ കയ്യിൽ പണം നിൽക്കൂ, അത് പുറത്തേക്ക് എത്തൂ. ജ്വല്ലറി അടക്കമുള്ള എല്ലാ കച്ചവട മേഖലകൾക്കും ഉണർവുണ്ടാകാനായിട്ടും അതിടയാകുകയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.